ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നൊരു ചെറിയ ഐറ്റം പരിചയപ്പെടുത്തി തരാനാണ്. പിന്നെ പരിചയപ്പെടുത്തി തരാനൊന്നും പറയേണ്ട കാര്യമില്ല, കാരണം ഇത് ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാവുന്നതാണ്. ഇത് നമ്മുടെ അങ്ങാടി കടകളിലൊക്കെ സുലഭമായി കിട്ടുന്ന സാധനമാണ്. നമുക്കിത് കൊണ്ട് ഒരു ഉപയോഗം തന്നെയല്ല ഉള്ളത്, ഒരുപാട് ഉപയോഗമുണ്ട്. കാരണം ഞാനിത് മെയിനായിട്ട് വാങ്ങിച്ചത് എന്തിനാണെന്ന് വെച്ചാൽ, ബോഡി ഓർഡറാണ് എൻ്റെ മെയിൻ ശത്രു. അതുകൊണ്ടാണ് ഇപ്പം കുറച്ച് പേർക്കെങ്കിലും ഒരു വിഷയം മനസ്സിലായിട്ടുണ്ടാവാം എന്താണ് പ്രൊഡക്റ്റ് എന്നുള്ളത്. ഇത് ആലം സ്റ്റോൺ എന്നല്ലേ, ആലം. ഈ ആലം നമുക്ക് വിയർപ്പിനൊക്കെ സ്മെല്ലുള്ളവർക്ക് അത്യാവശ്യം നല്ല, ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ല രീതിയിൽ ഇത് ഉപകാരപ്പെട്ടിട്ടുണ്ട്. അത് നമ്മൾ ഈ ബോഡി ഓർഡർ ഉള്ളവർ അതിൻ്റെ കൂടെ എത്ര പെർഫ്യൂം അടിച്ചാലും ഒരു എന്താ പറയുക, നമുക്കതൊരു നെഗറ്റീവായിട്ട് വരും. അങ്ങനെ സ്പ്രേ ഒരുപാട് യൂസ് ചെയ്താൽ. പക്ഷേ ഈ സാധനം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സ്പ്രേ അടിക്കുന്നതെങ്കിലുണ്ടല്ലോ, നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാകത്തില്ല. അപ്പോൾ ഈ സാധനം ഞാനിങ്ങനെ വീട്ടിലിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കുണ്ടല്ലോ, എൻ്റെ അമ്മ ഇങ്ങനെ ചോദിച്ചു, ആലം അതച്ഛൻ പണ്ട് കിണറ്റിലിടാൻ വാങ്ങിച്ചല്ലേ. അന്നാണ് ഞാനൊരു സത്യം മനസ്സിലാക്കിയത്, ഇത് നമ്മൾ കിണറ്റിലിടാൻ യൂസ് ചെയ്യുമെന്നുള്ളത്. ഇത് വെള്ളം ശുദ്ധീകരിക്കും, അങ്ങനത്തെ ഒക്കെ കുറച്ച് പരിപാടികളും ഉണ്ട് ഇതിന്. ഇതുകൊണ്ട് അപ്പം അമ്മയാണ് പറഞ്ഞത്, ഇത് നമുക്ക് വെള്ളം ശുദ്ധീകരിക്കാനും ഈ ആലം ഇങ്ങനെ ഉപയോഗിക്കാറുണ്ടെന്നുള്ളത്. അപ്പോൾ എന്തായാലും ഇത് അത്ര വലിയ ദോഷമുള്ളതല്ല എന്ന് തോന്നുന്നു. കാരണം അല്ലെങ്കിൽ ഇങ്ങനെ കിണറ്റിലൊന്നും നമ്മൾ ഉപയോഗിക്കത്തില്ലല്ലോ. നിങ്ങളങ്ങനെ കിണറ്റിൽ വല്ലതും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇത് ഞാൻ പുതുതായിട്ട് വാങ്ങിച്ചതാണ്, അങ്ങാടി കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. എന്നല്ലാതെ ഇവിടെ കിണറ്റിലിടാൻ വാങ്ങിച്ചെന്ന് പറഞ്ഞത് സത്യം പറഞ്ഞാൽ അതിൻ്റെ ബാലൻസ് ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. അത് ഞാൻ തന്നെയാണ് യൂസ് ചെയ്തത്. അതിങ്ങനെ ഈ സ്ക്വയർ ഷേപ്പിലൊന്നും അല്ല, അത് സത്യം പറഞ്ഞാൽ ഇത്രയും വലുപ്പമുള്ള കൽക്കണ്ട പോലെയാണ് അതിരുന്നത്. അതാണ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പം അങ്ങനെയും കിട്ടും, ഇങ്ങനെയും കിട്ടും. നമുക്ക് ഇങ്ങനെ കിട്ടുന്നതായിരിക്കും, നമുക്ക് ഈ ബോഡിയിലൊക്കെ യൂസ് ചെയ്യാൻ ഇങ്ങനത്തെ കിട്ടുന്നതായിരിക്കും നല്ലത്. പിന്നെ പലരും ഈ പിമ്പിളിൻ്റെ പ്രശ്നങ്ങൾക്ക്, പിമ്പിൾ ഉണ്ടാവുന്നത്, പിന്നെ പാടുകൾ പോകാൻ ഒക്കെ ഉപയോഗിക്കാൻ നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാനിത് മുഖത്ത് ഉപയോഗിച്ചിട്ട് എനിക്ക് അത്ര നല്ലതായിട്ട് തോന്നിയില്ല. കാരണം എൻ്റെ സ്കിന്ന് ഭയങ്കര സെൻസിറ്റീവാണ്. അപ്പം ഞാനിത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് എനിക്ക് ഭയങ്കര ഡ്രൈ ആവുന്ന പോലെയൊക്കെ തോന്നി. അത് കാരണം ഞാനിത് മുഖത്ത് ഉപയോഗിക്കുന്നത് നിർത്തി. പക്ഷേ എങ്കിൽ നമുക്ക് ബോഡി ഓർഡർ മാറി കിട്ടാനായിട്ട് നല്ല സാധനമാണ് കേട്ടോ, നല്ലതായിട്ട് ഉപയോഗിക്കാം. പിന്നെ എന്തും ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. കാരണം ഏതൊരു സാധനവും ആർക്കൊക്കെയാണ് ഇത് അലർജി ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് എല്ലാം ചാടിക്കേറി ആദ്യമേ യൂസ് അങ്ങ് ബോഡിയിലോട്ട് ഡയറക്റ്റ് യൂസ് ചെയ്യാതെ ചെറിയ പാച്ച് ടെസ്റ്റൊക്കെ ചെയ്ത് നോക്കിയിട്ട് ഉപയോഗിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഓക്കെ, ബൈ.